യാത്രകളെ പ്രണയിക്കുന്നവർ, പ്രത്യേകിച്ച് ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർ, അതുമല്ലെങ്കിൽ എന്നെ പോലെ ഏത് മലയായാലും കയറാം എന്നുള്ളവർക്കാണ് ഈ വീഡിയോ. അഗസ്ത്യാർകൂടം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും അപകടകരമായ ട്രക്കിംഗ്, കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊടുമുടി. ഒരിക്കലെങ്കിലും അഗസ്ത്യമല കീഴടക്കണമെന്ന് ആഗ്രഹിക്കാത്ത യാത്രാപ്രേമികൾ ഉണ്ടാകില്ല. അവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. എന്നാൽ ചെറിയൊരു സങ്കടവും ഇല്ലാതില്ല. ഈ വർഷം ജനുവരി 14 മുതൽ ഫെബ്രുവരി 11 വരെയാണ് അഗസ്ത്യാർകൂടം ട്രക്കിംഗ് നടത്താൻ വനം വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കഴിഞ്ഞ വർഷം 3 ഘട്ടമായിട്ടായിരുന്നു ഓൺലൈൻ ബുക്കിംഗ്. എന്നാൽ ഇത്തവണ 2 ഘട്ടമായാണ് ഓൺലൈൻ ബുക്കിംഗ്. ജനുവരി 14 മുതൽ ജനുവരി 31 വരെയുള്ള ദിവസങ്ങളിൽ പോകണമെങ്കിൽ ജനുവരി 9-ാം തീയതി രാവിലെ 11 മണിക്ക് ബുക്ക് ചെയ്യണം. ഫെബ്രുവരി 1-ാം തീയതി മുതൽ ഫെബ്രുവരി 11 വരെയുള്ള ദിവസങ്ങളിലാണ് പോകുന്നതെങ്കിൽ ജനുവരി 23 രാവിലെ 11 മണിക്ക് ബുക്ക് ചെയ്യണം. എന്നാൽ മുൻ വർഷങ്ങളിലുണ്ടായിരുന്ന പോലെ ഓഫ്ലൈൻ ബുക്കിംഗ് എന്ന സംവിധാനം ഇത്തവണ ഇല്ല. സാധാരണയായി ഒരു ദിവസം 100 പേർക്കാണ് അഗസ്ത്യമലയിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അതിൽ 70 ടിക്കറ്റുകൾ ഓൺലൈനായും 30 ടിക്കറ്റുകൾ ഓഫ്ലൈനായും എടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ സംവിധാനം പാടെ നിർത്തലാക്കിയിരിക്കുകയാണ് സർക്കാർ. എന്തുകൊണ്ട് ഓഫ്ലൈൻ ടിക്കറ്റ് നിർത്തലാക്കി എന്നതിന് കൃത്യമായ കാരണങ്ങൾ പറയുന്നുമില്ല. മുൻ വർഷങ്ങളിൽ ഓൺലൈൻ ബുക്കിംഗിന് ശേഷമുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരം PTP നഗറിലെ വനം വകുപ്പിന്റെ ഓഫീസിൽ പോയാൽ ടോക്കൺ പ്രകാരം നമുക്ക് ഓഫ്ലൈൻ ടിക്കറ്റുകൾ ലഭിക്കുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഓഫ്ലൈൻ ടിക്കറ്റുകൾ തലേ ദിവസം മാത്രമേ നൽകാവൂ എന്നായിരുന്നു സർക്കാർ ഉത്തരവ്. ഏറ്റവും ഒടുവിൽ 2026-ലാകട്ടെ ഓഫ്ലൈൻ സംവിധാനം തന്നെ നിർത്തലാക്കിയിരിക്കുകയാണ് സർക്കാർ. എന്തായാലും ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിലും ഓഫ്ലൈൻ ടിക്കറ്റ് എടുത്തു പോകാമെന്ന് മനക്കോട്ട കെട്ടിയ എന്നെ പോലുള്ളവർക്ക് നല്ല 8ന്റെ പണി കിട്ടി. ഞാനിങ്ങനെ പറയാനും ഒരു കാരണമുണ്ട്. കഴിഞ്ഞ 2 വർഷവും ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ലാപ്ടോപ്പിന് മുന്നിൽ കുത്തിയിരുന്ന് പരാജയപ്പെട്ട ആളാണ് ഞാൻ. അങ്ങനെ ചെയ്താൽ ബുക്ക് ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ ബുക്ക് ചെയ്യാം എന്നുള്ള വീഡിയോകൾ കണ്ട് മനക്കോട്ട കെട്ടി അവസാനം ഓഫ്ലൈനിൽ ടിക്കറ്റ് എടുത്താണ് ഞാൻ അഗസ്ത്യമല കയറി ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ കിട്ടിയില്ലേ ഓഫ്ലൈൻ എന്ന് സ്വപ്നം കണ്ട് ആരും ഇരിക്കേണ്ട. അങ്ങനെയൊരു സംവിധാനം നാഹി ഹേ. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ചില എളുപ്പ വഴികളുണ്ടെന്നാണ് വെപ്പ്. അതുകൂടി പറയാം. 11 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് വനം വകുപ്പിന്റെ forest.kerala.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ serviceonline.gov.in ട്രക്കിംഗ് എന്ന ലിങ്കിൽ കയറി ലോഗിൻ ചെയ്യണം. നമ്മുടെ പേരും വിലാസവും ഫില്ല് ചെയ്ത് ഡിക്ലറേഷൻ ഫോം ടിക്ക് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തവണ തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ ഓൺലൈൻ അപേക്ഷയിൽ വേണമെന്നാണ് സർക്കാർ ഉത്തരവ്. കൃത്യം 11 മണിക്ക് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നേരെ പേയ്മെന്റ് പോർട്ടലിലേക്ക് പേയ്മെന്റ് നടത്തുക. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ ഡേറ്റ് മാറ്റി ബുക്ക് ചെയ്യുക. അൺടിൽ സീസൺ ട്രക്കിംഗ് 2026 ഹാസ് ബീൻ കംപ്ലീറ്റ് ബുക്ക് എന്ന് കാണിക്കുന്നത് വരെ. ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ പേരും അഡ്രസ്സും തിരിച്ചറിയൽ കാർഡ് നമ്പറും വേർഡിൽ ടൈപ്പ് ചെയ്തിടുന്നത് നല്ലതാണ്. അതാകുമ്പോൾ ഡേറ്റ് മാറ്റി ബുക്ക് ചെയ്യുമ്പോൾ നേരെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ബട്ട് എനിക്ക് കിട്ടിയില്ല. എനിവേ, നിങ്ങൾ ട്രൈ ചെയ്യും. ഭാഗ്യമുണ്ടേൽ അഗസ്ത്യമലയിൽ വെച്ച് പാക്കലാം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഈ സീസണൽ ട്രക്കിംഗ് അല്ലാതെ ഓഫ് സീസണിലും നമുക്ക് അഗസ്ത്യമല കയറാം. കുറച്ച് വർഷങ്ങളായി വിവിധ ഏജൻസികൾക്കും അല്ലെങ്കിൽ 10 പേരടങ്ങുന്നോ 5 പേരടങ്ങുന്നതുമായ ഗ്രൂപ്പുകൾക്കും ഇത്തരത്തിൽ വനം വകുപ്പ് അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഏജൻസിയും വേണ്ട, ഗ്രൂപ്പും വേണ്ട, ഒരാൾക്ക് മാത്രമായി ബുക്ക് ചെയ്യാം. ആഴ്ചയിൽ 3 ദിവസം, അതായത് തിങ്കൾ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ട്രക്കിംഗ് നടത്തുന്നത്. ഒരു ദിവസം 100 പേർക്ക് പോകാം. ഭക്ഷണം ഉൾപ്പെടെ 4000 രൂപയാണ് ഫീസ്. എന്നാൽ ഈ വർഷത്തെ സീസണൽ ട്രക്കിംഗ് കഴിയുമ്പോൾ ഈ തുകയിൽ ചെറിയ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മാർച്ച് ആദ്യവാരത്തോടെ ഓഫ് സീസൺ ട്രക്കിംഗ് തുടങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശരിക്കും ബൈ.